നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പടിഞ്ഞാറക്കരയിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മത്സ്യം പിടിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ഒൻപത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിൽ കുഞ്ഞിൻ്റെ അമ്മയും കാമുകനും ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. പറവണ്ണ പുത്തങ്ങാടിയിൽ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് അടിച്ചു തകർത്തു. അരിക്കാഞ്ചേരിയിൽ കാറ്റാടി മരം കടപുഴകി വീണു. പരിസരത്തുണ്ടായിരുന്നവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അരീക്കാട് തലപ്പറമ്പിൽ വീടിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. വൻ അപകടം ഒഴിവായി. മംഗലം വാളമരുതൂരിൽ യുവാവിന് തെരുവുനായുടെ കടിയേറ്റു. വിശദമായ വാർത്തകൾ. പടിഞ്ഞാറക്കരയിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മത്സ്യം പിടിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പടിഞ്ഞാറക്കര സ്വദേശി പാടാലിൽ ബാലനാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. പടിഞ്ഞാറക്കരയിൽ തിരൂർ പൊന്നാനിപ്പുഴയിൽ മത്സ്യം പിടിക്കുന്നതിനിടെയാണ് പാടാലിൽ ബാലൻ എന്ന മത്സ്യത്തൊഴിലാളി തോണിയിൽ കുഴഞ്ഞു വീണത്. അകലെ നിന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഇയാളെ കരക്കെത്തിച്ച് തിരൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തിരൂർ ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിക്കും. ശ്രീദേവിയാണ് ഭാര്യ. ശ്രീതിൽ, ശ്രുതി എന്നിവർ മക്കളും പ്രഭിലാഷ്, പ്രിയ എന്നിവർ മരുമക്കളുമാണ്. ന്യൂസ് പുറത്തൂർ. 3 ലക്ഷം രൂപ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1.5 ലക്ഷം രൂപയ്ക്ക് അമ്മ കുഞ്ഞിനെ വിറ്റു. 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിൽ കുഞ്ഞിൻ്റെ അമ്മയും കാമുകനും ഉൾപ്പെടെ 5 പേരാണ് തിരൂരിൽ ഇന്നലെ അറസ്റ്റിലായത്. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിനാലാണ് ആദ്യ ഭർത്താവിലെ കുഞ്ഞിനെ വിൽക്കാൻ തീരുമാനിച്ചതെന്ന് അമ്മ കീർത്തന പോലീസിനോട് പറഞ്ഞു. 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിൽ കുഞ്ഞിന്റെ അമ്മയും കാമുകനും ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. കുഞ്ഞിന്റെ മാതാവ് തമിഴ്നാട് കള്ളക്കുറിശി സ്വദേശി കീർത്തന, കാമുകനും ഓട്ടോ ഡ്രൈവറുമായ കള്ളക്കുറിശി സ്വദേശി ശിവ, കുട്ടിയെ വിലയ്ക്ക് വാങ്ങിയ കോഴിക്കോട് കല്ലായി ചക്കുംകടവ് സ്വദേശി ആദിലക്ഷ്മി, ഇടനിലക്കാരനായ തിരൂരിൽ താമസിക്കുന്ന സെന്തിൽകുമാർ, ഭാര്യ കോഴിക്കോട് ചക്കുംകടവ് സ്വദേശി പ്രേമലത എന്നിവരാണ് അറസ്റ്റിലായത്. കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിയുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കീർത്തനയെ ഭർത്താവ് അയ്യപ്പൻ ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ശിവയുമായി കീർത്തന പ്രണയത്തിലാവുകയും കുട്ടിയുമായി ശിവയുടെ കൂടെ തിരൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെ കീർത്തന വീണ്ടും ഗർഭിണിയായി. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിനാൽ ആദ്യ ഭർത്താവിന്റെ കുഞ്ഞിനെ വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് കീർത്തന പോലീസിനോട് പറഞ്ഞു. 3 ലക്ഷം രൂപയാണ് കുട്ടിയുടെ വിലയായി ചോദിച്ചതെങ്കിലും 1.5 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച ആദിലക്ഷ്മി തിരൂരിലെത്തി പണം നൽകി കുട്ടിയുമായി പോയി. സമീപവാസികളിൽ നിന്നും വിവരം ലഭിച്ച പോലീസ് കീർത്തനയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാണ് കുട്ടിയെ വാങ്ങിയവരെയും സഹായിച്ചവരെയും പിടികൂടിയത്. കീർത്തനയുടെ കയ്യിൽ നിന്നും 1,38,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. തിരൂർ എസ് ഐ RP സുജിത്ത്, പ്രതീഷ് കുമാർ, ബാബുജി, ജയപ്രകാശ്, ASIമാരായ രാജേഷ്, സീനിയർ CPO മാരായ അരുൺ, രാജേഷ്, ജയപ്രകാശ് തുടർന്നവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ തിരൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുട്ടിയെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് മുൻപാകെ ഹാജരാക്കി മലപ്പുറം ശിശു സംരക്ഷണ സമിതിക്ക് കീഴിലുള്ള ശിശു പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ന്യൂസ് തിരൂർ. പറവണ്ണ പുത്തങ്ങാടിയിൽ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് അടിച്ചു തകർത്തു. പുത്തങ്ങാടി സ്വദേശി തിത്തിമാൻ്റെ പുരയ്ക്കൽ ഷെഫീഖിൻ്റെ ഉടമസ്ഥതയിലുള്ള KL 55 EL 3374 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഓട്ടോയുടെ മുൻവശത്തെ ഗ്ലാസാണ് സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തത്. സംഭവത്തിൽ ഓട്ടോയുടമ തിരൂർ പോലീസിൽ പരാതി നൽകി. പറവണ്ണ പുത്തങ്ങാടി സ്വദേശി തിത്തിമാൻ്റെ പുരയ്ക്കൽ ഷെഫീഖിൻ്റെ ഉടമസ്ഥതയിലുള്ള KL 55 EL 3374 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഓട്ടോയുടെ മുൻവശത്തെ ഗ്ലാസാണ് സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തത്.
ഷെഫീഖ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വീടിനോട് ചേർന്നുള്ള റോഡരികിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. ഇന്ന് രാവിലെ സുഹൃത്തുക്കളാണ് ഓട്ടോറിക്ഷയുടെ ചില്ല് തകർത്ത വിവരം ഷെഫീഖിനെ അറിയിക്കുന്നത്. അക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ തെങ്ങിൽ ഉമ്മർ പറഞ്ഞു. ഇന്നലെ 6 മണിക്ക് കൊടുന്ന് സൈഡാക്കിയാണ് ഷെഫീഖിൻ്റെ വണ്ടി. നേരം വെളുത്ത് നോക്കിയപ്പോൾ മുമ്പാകത്തെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും പല വണ്ടി ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു മോശ പരിപാടിയാണ് ചെയ്യുന്നത്. കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന കുട്ടികളാണ്. രാവിലെ എടുത്ത് പോയി കഴിഞ്ഞാൽ രാത്രി വന്ന് ഇതിന് നയിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ ഈ ചെയ്തവനിക്ക് എന്ത് കിട്ടി? ഇതൊക്കെ വളരെ ഒരു മോശ പരിപാടിയാണ്. ആരായാലും ഈ ആളെ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ഇവിടെ എത്രയോ വണ്ടികൾ റൂട്ടിൽ കിടക്കുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി എന്താണ് ഇവർക്ക് നേടിയെടുക്കാനുള്ളത്? ഈ വണ്ടി ചെയ്തതിൻ്റെ പേരിൽ ഇത് വളരെ തെറ്റാണ്. ആരായാലും ഇതിന്റെ ഭരണാധികാരികൾ ഈ ജനങ്ങളെ കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. സംഭവത്തിൽ ഷെഫീഖ് തിരൂർ പോലീസിൽ പരാതി നൽകി. വെട്ടന്യൂസ് പറവണ്ണ. അരിക്കാഞ്ചേരിയിൽ കാറ്റാടി മരം കടപുഴകി വീണു. പരിസരത്തുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. തിരൂർ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്ന് മരം മുറിച്ചു നീക്കി. അരിക്കാഞ്ചിറയിലെ റോഡിനോട് ചേർന്നുള്ള കാറ്റാടി മരമാണ് ശക്തമായ കാറ്റിലും മഴയിലും റോഡിലേക്ക് മുറിഞ്ഞു വീണത്. സമീപത്തുണ്ടായിരുന്ന പ്രദേശവാസികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരൂർ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പി അസീർ, ഷെയീം ഖാൻ, ആദിൽ, ആസിഫ്, ഷെരീഫ്, അഷ്റഫ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വെട്ടന്യൂസ് പറവണ്ണ. അരീക്കാട് തലപ്പറമ്പ് വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് വൻ ദുരന്തമൊഴിവായി. അരീക്കാട് തലപ്പറമ്പ് ചെറിയമുണ്ടം പഞ്ചായത്ത് അതിർത്തിയിൽ കക്കാട്ടേരി താജുദ്ദീൻ മുസ്ലിയാരുടെ വീടിന്റെ ചുറ്റുമതിലാണ് കനത്ത മഴയെ തുടർന്ന് നിലം പതിച്ചത്. ഇന്നലെ രാവിലെ 6 മണിയോടെ ഘോര ശബ്ദം കേട്ടാണ് വീട്ടുകാരും പ്രദേശവാസികളും അപകടം അറിയുന്നത്. മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡിലേക്കാണ് ഉഗ്രശബ്ദത്തോടെയുള്ള ഇടിച്ചിലുണ്ടായത്. വീടിനോട് ചേർന്നുള്ള കുളിമുറിയുടെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ മതിലിനോടൊപ്പം ഇടിഞ്ഞു വീണു. തൊട്ടടുത്ത വീടിന്റെ അടുക്കളയുടെ മുൻഭാഗത്തേക്കാണ് പതിച്ചത്. വൈദ്യുതി ലൈൻ പൊട്ടി വീണതും ഭീതി പടർത്തി. ഉടൻ തന്നെ KSEB അധികൃതർ വീട്ടിലെത്തി വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു. മതിൽ ഇടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ നിലനിൽപ്പും അപകടാവസ്ഥയിലാണ്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസുഫ്, പഞ്ചായത്ത് മെമ്പർ TA റഹീം, അസിസ്റ്റന്റ് സെക്രട്ടറി K വിനോദ്, ചെറിയമുണ്ടം വില്ലേജ് ഓഫീസർ യാസിറ, താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുഞ്ഞിപ്പ തയ്യമ്പാട്ടി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വെട്ടന്യൂസ് താനാളൂർ. മംഗലം വാളമരുതൂരിൽ തെരുവുനായുടെ ശല്യം. യുവാവിന് തെരുവുനായുടെ കടിയേറ്റു. വാളമരുതൂർ സ്വദേശി CK ജലീലിനാണ് കടിയേറ്റത്. കയ്യിൽ കടിയേറ്റ് ജലീൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ തെരുവുനായ കല്യാണ വീട്ടിൽ ഓടിക്കയറി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വഴിയിലും തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതലാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെട്ടന്യൂസ് മംഗലം. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.